ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴക്കൂട്ടം വരെ പോവാണ്, സമയമില്ല. അപ്പോൾ ഞാൻ ഒന്ന് റെഡിയാകാൻ പോകുന്നു. ഇന്നലെ ഞാൻ വാങ്ങിയതാണ് മുടിയുടെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഐ ബ്രോട്ട് എ മോയ്സ്ചറൈസർ വാങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷടപടേന്ന് റെഡിയായിട്ട് ഇതാ വരുന്നു. യെസ്, റെഡിയായി. ഭയങ്കര വില. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴക്കൂട്ടത്തോട്ട് പോവാണ് നടന്ന് കൊടയായിട്ട്. അരമണിക്കൂറിനകത്ത് നടന്ന് കഴക്കൂട്ടെത്താം. ഓക്കെ, അപ്പം നമ്മൾ ഫിഷ് വാങ്ങാനായിട്ട് പെട്ടെന്ന് വന്നു. ബ്ലൂ റെഡ് ബ്ലൂ എടുക്കാല്ലേ. അങ്ങനെ ഫൈറ്ററിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതാ ഈ ഒരു വലിയ ഫിഷിനെ കണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ ഇതായി കുറേ കുഞ്ഞു മീനിനെ കണ്ടു. പക്ഷെ നമ്മൾ ഫൈറ്ററിനെ വാങ്ങാനായിട്ടായിരുന്നു പോയത്. വാങ്ങാനായിട്ടൊന്നും അല്ല, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ജസ്റ്റ് എന്നും സ്കൂൾ വഴി വരുമ്പോൾ ഇവൾ പറയും നമുക്ക് എന്നും അവിടെ കയറാൻ ചേച്ചി അങ്ങനെ ജസ്റ്റ് ഇന്നലെ ഫ്രീ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഒരു ഫൈറ്ററിനെയും കൊണ്ടിങ്ങ് വന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ എന്തായിരുന്നാലും കയറിയതല്ലേ, ജസ്റ്റ് അതിനകത്ത് ഫുള്ള് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. ഒരു കുഞ്ഞു കട, ബ്ലൂ പേൾസോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. നല്ലൊരു കുഞ്ഞു കട, പക്ഷേ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഫിഷൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്കിതിനെ കണ്ടപ്പോൾ ചെമ്പല്ലിയാണ് ഓർമ്മ വന്നത്, ചെമ്പല്ലി മീൻ. പിന്നെ ബ്ലൂവിനെ നമ്മളെടുത്തു. ഇങ്ങനെ നോക്കി നിന്നിട്ട് ബ്ലൂവിനെ നമ്മളെടുത്തു. ഇത് ബ്ലൂവിന് ഇതിന് 100 രൂപയുള്ളൂ, 100. പിന്നെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ബൗള് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെപ്പറേറ്റ് പ്ലാസ്റ്റിക്കിലെ ബൗളാണ് വാങ്ങി. പിന്നെ അതിങ്ങനെ തൂക്കിയിടാമെന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് തൂക്കിയൊന്നും ഇട്ടില്ല, ജസ്റ്റ് നമ്മൾ എടുത്ത് ടേബിളിൽ വെച്ചതേ ഉള്ളൂ. ആ ഒരു ഇതും കാണിക്കും പ്ലാസ്റ്റിക്കിൻ്റെ, അത് കൊള്ളാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത മാസം പോയിട്ടൊരു പെൺ ഫൈറ്ററിനെയും കൂടി വാങ്ങിയതിന് ശേഷം പിന്നെ നെക്സ്റ്റ് മന്തല്ല, അടുത്ത മാസം തന്നെ വേറൊരു ഫൈറ്ററിനെയും കൂടി വാങ്ങാം. ആ റെഡ് കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ബ്ലൂ ഇതായി കിടക്കുന്നതാണ് മീൻ. ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിന് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞു. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഫൈറ്റർ എങ്ങനെയാണ് പോയെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു. ചായക്കാനായിട്ട് പോയി. അതായിരിക്കുന്നു ഇതിന് പേരിട്ടില്ല. ലേറ്റർ വി ടുക്ക് ആൻ ഊബർ. പിന്നെ നമ്മളിങ്ങ് വന്നു. അപ്പോഴത്തേക്ക് അവൾ ഇതിൽ ചോർച്ചയുണ്ടെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ജസ്റ്റ് നമ്മൾ വീട്ടിൽ വരികയും ചെയ്തു. നെക്സ്റ്റ് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച മീനിനെ നമ്മൾ ഇതിനകത്താണ് ഇടാൻ പോകുന്നത്. പിന്നെ അതിനകത്തോട്ട് നമ്മളിട്ട് അതിനകത്തോട്ട് ഇട്ട നേരത്തെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ദൈവമേ, ചാടിപ്പോകും. കാരണം തറയിൽ ഫുള്ള് പൂച്ചകളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇനി എങ്ങാനും പിടിച്ചാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സേഫായിട്ടിട്ട്. പക്ഷേ തൂക്കിയിട്ടാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ആണിയിലിങ്ങനെ തൂക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്.